നമസ്കാരം, ഞാൻ അജിത്. ഒരേഷ്നിക് എന്ന പേര് കേട്ടാണല്ലോ അല്ലെ? ഈയിടെ നാറ്റോ രാജ്യത്തിനടുത്തുള്ള ഉക്രൈൻ ബോർഡറിൽ റഷ്യ പ്രയോഗിച്ച വിനാശകാരിയായ ബാലിസ്റ്റിക് മിസൈൽ. ഇപ്പോഴുള്ള ഒരു മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിനും തടുക്കാനാവാത്ത മിസൈൽ എന്നാണ് റഷ്യ പറയുന്നത്. അപ്പോൾ എന്താണ് ആർക്കും തടയാൻ കഴിയാത്ത ഒരേഷ്നിക്? എന്തുകൊണ്ടാണിത് അൺസ്റ്റോപ്പബിൾ ആവുന്നത്? നോക്കാം. ഡിസംബർ 28 രാത്രിയിൽ റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ വസതിയിലേക്ക് ഉക്രൈൻ 91 ലോങ് റേഞ്ച് ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ ശ്രമിച്ചതിന്റെ തിരിച്ചടി എന്ന നിലയിലാണ് റഷ്യ ഒരേഷ്നിക് ഉപയോഗിച്ച് ഉക്രൈനിലെ ലിവീവിലേക്ക് ആക്രമണം നടത്തിയത്. റഷ്യയുടെ ഏറ്റവും പുതിയ ബാലിസ്റ്റിക് മിസൈലാണ് ഒരേഷ്നിക്. സൗണ്ടിന്റെ 10 ഇരട്ടി വേഗത്തിൽ, അതായത് ഏതാണ്ട് 12,500-13,000 km/h സ്പീഡിൽ സഞ്ചരിക്കാൻ കഴിയുന്ന 2,000 കിലോമീറ്റർ അപ്പുറമുള്ള ലക്ഷ്യത്തിൽ മിനിറ്റുകൾക്കുള്ളിൽ എത്താൻ കഴിവുള്ള മിസൈൽ. പക്ഷേ ഇതൊന്നുമല്ല ഒരേഷ്നിക്കിന്റെ പ്രത്യേകത. ഒരൊറ്റ ഒരേഷ്നിക് ലക്ഷ്യത്തിൽ വീഴുന്നത് 36 മിസൈലുകളായിട്ടാണ്. 100 കണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള 6 വ്യത്യസ്ത ലക്ഷ്യങ്ങളെ നശിപ്പിക്കാൻ ഒരൊറ്റ ഒരേഷ്നിക് മിസൈലിന് കഴിയും. പക്ഷേ ഇതുമല്ല ഈ മിസൈലിനെ ഏറ്റവും വലിയ പേടി സ്വപ്നമാക്കുന്നത്. അത് ഇതിനിപ്പോൾ നിലവിലുള്ള ഒരു ആന്റി മിസൈൽ സിസ്റ്റം വെച്ചും തടയാൻ കഴിയില്ല എന്നതാണ്. അതെന്തുകൊണ്ടാണെന്ന് പറയാം. 2024-25 സമയത്താണ് ഒരേഷ്നിക് ടെസ്റ്റിംഗ് പൂർത്തിയാക്കി പ്രൊഡക്ഷൻ തുടങ്ങിയതും മിലിറ്ററിയുടെ ഭാഗമായതും. ശരിക്കും ഒരേഷ്നിക് മറ്റൊരു മിസൈലിൽ നിന്ന് രൂപം കൊണ്ടതാണ്, RS-26 റുബേഷ് എന്ന മിസൈലിൽ നിന്ന്. പക്ഷെ എന്തുകൊണ്ടോ അതിൽ നിന്ന് രൂപം കൊണ്ട ഒരേഷ്നിക്കിനെയാണ് പ്രൊഡക്ഷനിലേക്കും സർവീസിലേക്കും കൊണ്ടുവന്നത്. ഈ RS-26 ശരിക്കും ഇപ്പോൾ സർവീസിലുള്ള RS-24 ഇയാഴ്സ് എന്ന 12,000 കിലോമീറ്റർ റേഞ്ചുള്ള മാക് 25 അഥവാ 30,000 കിലോമീറ്ററിന് മേൽ സ്പീഡുള്ള ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലിൽ നിന്ന് ഡെവലപ്പ് ചെയ്തതാണ്. ഇത് ആദ്യമായിട്ടല്ല റഷ്യ ഒരേഷ്നിക് ഉപയോഗിക്കുന്നത്. 2024 നവംബർ 21 ഉക്രൈനിലെ ഡിനിപ്രോ സിറ്റിയിലേക്ക് ഇതിനെ അയച്ചിരുന്നു. അന്ന് പുടിൻ പറഞ്ഞത് അതൊരു ലൈവ് ഫയർ ടെസ്റ്റ് ആയിരുന്നു എന്നാണ്. അന്നും ഇപ്പോൾ ചെയ്ത പോലെ അമേരിക്കയെ മുൻകൂട്ടി അറിയിച്ചിട്ടാണ് മിസൈൽ അയച്ചത്. ഈ അയക്കുന്നത് ആറ്റം ബോംബ് വഹിക്കുന്ന മിസൈൽ അല്ല എന്ന കാര്യം അറിയിക്കാനാണ് നേരത്തെ വിളിച്ചു പറയുന്നത്, അതും 30 മിനിറ്റ് മുമ്പ്. 3 സ്റ്റേജ് റോക്കറ്റ് എഞ്ചിനുകൾ ഉള്ളതാണ് ഒരേഷ്നിക്. അതിൽ ആദ്യത്തെ 2 സോളിഡ് ഫ്യൂൽ എഞ്ചിനുകളും ലാസ്റ്റ് സ്റ്റേജ് ലിക്വിഡ് ഫ്യൂലുമാണ്. റോക്കറ്റ് എഞ്ചിനുകളെ കുറിച്ചൊരു പ്രത്യേക വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഇവിടെയും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ആ വീഡിയോ കണ്ടാൽ മതി. ISROയുടെ ഒരു റോക്കറ്റ് സ്പേസിലേക്ക് പോകുന്ന പോലെ തന്നെയാണ് ഇതും പോവുക. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്ന് പുറത്തു കടന്ന ശേഷം തിരികെ മിസൈലിന്റെ വാർഹെഡ്, മിസൈലിന്റെ വന്ന് വീഴുമ്പോൾ സ്ഫോടനം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വിനാശം ഉണ്ടാക്കുന്ന ഭാഗം മാത്രം തിരികെ ഭൂമിയിലേക്ക് ആക്രമിക്കേണ്ട സ്ഥലത്തേക്ക് തിരികെ വീഴും. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ വാർഹെഡ് ആണ്. MIRV എന്ന് ചുരുക്കി പറയുന്ന മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ ഡിസൈനാണ് ഈ വാർഹെഡിന്. അതായത് ഒറ്റ മിസൈൽ വാർഹെഡ് അല്ല, 6 പ്രത്യേകം വാർഹെഡുകളുള്ള മിസൈലാണ്. അതും ഈ 6 എണ്ണത്തിനെയും 100 കണക്കിന് കിലോമീറ്ററുകൾ അകലത്തിൽ വീഴ്ത്താൻ കഴിയും. ഇത്തരത്തിലുള്ള മിസൈലുകൾ ഇന്ത്യയുടെ കയ്യിലുണ്ട്. അഗ്നി 5 ഇത്തരത്തിലുള്ള ഒന്നാണ്. പക്ഷേ ഒരേഷ്നിക്കിന്റെ ഈ ഓരോ വാർഹെഡിനകത്തും വീണ്ടും 6 വാർഹെഡുകൾ വീതമുണ്ട്. ഇത്തരത്തിലുള്ളതിനെ സബ് മ്യൂണിഷൻസ് എന്നാണ് പറയുക. അതായത് ആകെ 36 മിസൈൽസുമായിട്ടാണ് ഈ ഒരു ഒരേഷ്നിക്ക് പറക്കുന്നത്. ഇതുമല്ല ഇതിനെ അൺസ്റ്റോപ്പബിൾ ആക്കുന്നത്, അത് പറയാം. TEL എന്നൊരു പടുകൂറ്റൻ ട്രാൻസ്പോർട്ടർ ഇറക്ടർ ലോഞ്ചർ ട്രക്കിൽ നിന്നുമാണ് ഇതിനെ ലോഞ്ച് ചെയ്യുന്നത്. S-400ന്റെ വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഈ ടൈപ്പിലുള്ള ഒരു വാഹനത്തിൽ നിന്നാണ് അതും ലോഞ്ച് ചെയ്യുന്നത്. അതിലെ പോലെ കോൾഡ് ലോഞ്ച് കാനിസ്റ്റർ രീതിയിലാണ് ഇതിൽ നിന്നുള്ള വിക്ഷേപണവും. ഈ കാണുന്ന കാനിസ്റ്ററിനുള്ളിലാണ് റോക്കറ്റിനെ സൂക്ഷിച്ചിരിക്കുന്നത്. അതിനുള്ളിൽ അടിഭാഗത്ത് ഹൈ പ്രഷർ ഗ്യാസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് എയർ ഗണ്ണിൽ നിന്ന പോലെ റോക്കറ്റിനെ കാനിസ്റ്ററിന് പുറത്തേക്ക് ഇജക്ട് ചെയ്യുന്ന രീതിയാണ് കോൾഡ് കാനിസ്റ്റർ ലോഞ്ച് എന്ന് പറയുന്നത്. പുറത്തെത്തുന്ന സമയം തന്നെ ഇതിലെ ഫസ്റ്റ് സ്റ്റേജ് റോക്കറ്റ് എഞ്ചിന്റെ ഇഗ്നിഷൻ നടക്കും. അതിന്റെ ശക്തിയിൽ ഈ 36 ടൺ റോക്കറ്റ് ആകാശത്തേക്ക് പറക്കും. 60 സെക്കൻഡുകൾക്ക് ശേഷം ഫസ്റ്റ് സ്റ്റേജ് റോക്കറ്റ് എഞ്ചിൻ കത്തിത്തീരുകയും മെയിൻ ഭാഗത്ത് നിന്ന് ഇളകി മാറുകയും ചെയ്യും. അതേസമയം അടുത്ത സ്റ്റേജ് സോളിഡ് ഫ്യൂൽ എഞ്ചിൻ ഇഗ്നേറ്റ് ആവും. റോക്കറ്റ് ഔട്ടർ സ്പേസിലേക്ക് കുതിക്കും. അടുത്തൊരു 120 സെക്കൻഡിന് ശേഷം മിസൈലിനെ സ്പേസിൽ വളരെ ഉയരത്തിലെത്തിച്ച് ആ എഞ്ചിൻ പിൻവാങ്ങും. ഇപ്പോൾ വാർഹെഡുകൾ വഹിക്കുന്ന ബസ് മാത്രമാകും. താമസിയാതെ അതിൽ നിന്ന് നോസ് കോണ് ഇളക്കി മാറ്റപ്പെടും. 6 വാർഹെഡുകളും പുറത്ത് കാണുന്ന രീതിയിലാവും. ഇപ്പോൾ ഭൂമിയുടെ ആകർഷണത്താൽ ഇത് ഭൂമിയിലേക്ക് വീണു തുടങ്ങും. ഈ സമയമെല്ലാം കൺട്രോൾ സെന്ററിൽ നിന്ന് റോക്കറ്റിന്റെ സഞ്ചാരപഥം നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഓരോ വാർഹെഡുകളും സ്വതന്ത്രമായി ഓരോ ലക്ഷ്യത്തിന് നേർക്ക് വിടാൻ ഈ കാരിയർ ബസിന് കഴിവുണ്ട്. അതിനായി അതിന്റെ ഡയറക്ഷൻ തിരിക്കാൻ അതിന് പിന്നിൽ ചെറിയ കുറെ റോക്കറ്റ് എഞ്ചിനുകളുണ്ട്. ലിക്വിഡ് ഫ്യൂൽ എഞ്ചിനുകളാണവ. ബസിനുള്ളിലെ ചെറിയ ഫ്യൂൽ ടാങ്കിൽ നിന്ന് ഈ എഞ്ചിനുകളിലേക്ക് ഫ്യൂൽ എത്തിച്ച് അതിനെ ഓരോന്നിനെയും പ്രവർത്തിപ്പിച്ച് അത് വേണ്ട ഡയറക്ഷനിലേക്ക് തിരിയും. ശേഷം ഓരോ വാർഹെഡുകളെയും ഫ്രീ ആക്കും. ആ വാർഹെഡുകൾ നേരെ ഭൂമിയിലേക്ക് വീഴും. താമസിയാതെ ആ ഓരോന്നിന്റെയും കോണ് ഇളക്കി മാറ്റപ്പെടും. ഉള്ളിലെ 6 സബ് മ്യൂണിഷൻസും ഫ്രീ ആക്കപ്പെടും.
ഇനിയാണ് ഒരേഷ്നിക്കിന്റെ ശരിക്കുള്ള പ്രത്യേകത കാണാൻ പോകുന്നത്. ഈ സബ്മ്യൂണിഷൻസിനകത്ത് സ്ഫോടക വസ്തുക്കളൊന്നുമില്ല. അത് പൂർണ്ണമായും ടങ്സ്റ്റൺ റോഡാണ്. 30 കിലോഗ്രാം വീതം ഭാരമുള്ളത്. ഡെൻസിറ്റി ഏറ്റവും കൂടിയ ലോഹമാണ് ടങ്സ്റ്റൺ. അതായത് ഈ സെയിം വലിപ്പമുള്ള ഒരു സ്റ്റീൽ റോഡിന് 12 കിലോഗ്രാം മാത്രമേ ഭാരം വരികയുള്ളൂ. ഏതാണ്ട് 40 സെന്റിമീറ്റർ നീളവും 12 സെന്റിമീറ്ററോളം ബേസ് ഡയമീറ്ററുള്ള ഒരു കോണിക്കൽ ടങ്സ്റ്റൺ റോഡിന് ഒരു ഫുൾ ഗ്യാസ് സിലിണ്ടറിന്റെ വെയിറ്റ് ഉണ്ട്. വലിപ്പത്തിനേക്കാൾ പല ഇരട്ടി വെയിറ്റ്. ഇത് കാരണം തന്നെ ഇത് അന്തരീക്ഷ വായുവിനെയും തുളച്ച് വളരെ വേഗത്തിൽ ഭൂമിയിലേക്ക് വീഴും. 12,500 13,000 km/h വേഗതയിൽ. ആ വീഴ്ചയുടെ വേഗത കൊണ്ടുണ്ടാവുന്ന കൈനറ്റിക് എനർജിയും ടങ്സ്റ്റന്റെ കാഠിന്യവും ചെറിയ രൂപവും കൊണ്ട് അത് വീഴുന്നിടത്തെ ബിൽഡിംഗിന്റെ കോൺക്രീറ്റ് റൂഫിനെയും ഫ്ലോറുകളെയും ബേസ്മെന്റിനെയും തുളച്ച് ഭൂമിയിലേക്ക് തുളഞ്ഞിറങ്ങും. ഈ വേഗത കൊണ്ടുണ്ടായ കൈനറ്റിക് എനർജി മൂലം ഉണ്ടാവുന്ന അതിശക്തമായ ഷോക്ക് വേവ് ഒരു ബോംബ് സ്ഫോടനം പോലെ പ്രവർത്തിക്കും. ചുറ്റുമുള്ള എല്ലാത്തിനെയും അത് തകർക്കും. ഒരെണ്ണമല്ല 6 റോഡുകളാണ് ഒരു ലക്ഷ്യത്തിൽ പലയിടത്തായി വീഴുക. അങ്ങനെ 6 ലക്ഷ്യങ്ങൾ, 36 മിസൈലുകൾ. ഒരേഷ്നിക്കിന്റെ അവസാന ഘട്ട രീതി നിങ്ങളെ വേറെ എന്തിനെങ്കിലും ഓർപ്പിക്കുന്നുണ്ടോ? ബങ്കർ ബസ്റ്റർ. അമേരിക്കയുടെ GBU-57 ബങ്കർ ബസ്റ്റർ ബോംബിനെ കുറിച്ച് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടവർക്ക് ഇതുമായുള്ള സാമ്യം മനസ്സിലാവും. അത് 200 മീറ്റർ വരെ ഭൂമിക്കകത്തേക്ക് തുരന്നു കയറുമെങ്കിൽ ഇത് അത്രയൊന്നും കയറില്ല. പക്ഷേ മിക്ക ബങ്കറുകളെയും തകർക്കാൻ ഇതിന്റെ ഷോക്ക് വേവിനാവും. ഇനി ഒരേഷ്നിക്കിനെ തടയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. ഈ 36 മിസൈലുകളെ തടുക്കാൻ 36 72 ഇന്റർസെപ്റ്റർ മിസൈലുകൾ വേണം എന്നതാണ് ഒരു പ്രശ്നം. പക്ഷെ അത് അത്ര വലിയൊരു പ്രശ്നമല്ല അമേരിക്ക പോലത്തെ ഒരു രാജ്യത്തിന്. എന്നാൽ ഇതിനെ റഡാറുകൾക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയില്ല എന്നതാണ് ഇതിനെ ശരിക്കും അൺസ്റ്റോപ്പബിൾ ആക്കുന്നത്. ഇതിനെപ്പറ്റി പുടിൻ പറഞ്ഞത് ഇതാണ്: ഇതിന്റെ വാർഹെഡുകളുടെ ചൂട് സൂര്യന്റേതിന് തുല്യമാണ്. സൂര്യന്റെ സർഫസിനേക്കാൾ അല്പം കുറവ്. ഒരേഷ്നിക് മിസൈൽ പറക്കുകയും ഐസ്ക്രീം പോലെ അലിയുകയും ചെയ്യും. മാക് 10 സ്പീഡിൽ ഭൂമിയിലേക്ക് വീഴുന്ന ടങ്സ്റ്റൺ റോഡ് അന്തരീക്ഷ വായുമായിട്ടുള്ള ഒരസലില് ചുട്ടുപഴുക്കും. ഏതാണ്ട് 3000 ഡിഗ്രി സെൽഷ്യസ് ചൂടിലെത്തും. ഉരുക്ക് ആവിയായി പോകുന്ന ടെമ്പറേച്ചറാണിത്. പക്ഷെ ടങ്സ്റ്റൺ ആയതുകൊണ്ട് 3400 ഡിഗ്രിക്ക് മുകളിൽ പോയാൽ മാത്രമേ ഉരുകുകയുള്ളൂ. ഇതാണ് പുടിൻ സൂര്യന്റെ സർഫസിനടുത്ത് നിൽക്കുന്ന ചൂടിലേക്ക് ഈ വാർഹെഡുകൾ എത്തുമെന്ന് പറഞ്ഞത്. സൂര്യന്റെ ഉപരിതലത്തിന് പക്ഷേ 5500 ഡിഗ്രി ചൂടുണ്ട്. ടങ്സ്റ്റന്റെ ഈ ചൂട് അടുത്തുള്ള വായുവിനെയും ഇതുപോലെ ചൂടാക്കും. ആ ചൂട് വായുവിന്റെ തന്മാത്രകളിലെ കെമിക്കൽ ബോണ്ടിനെ നശിപ്പിക്കും. അതിലെ ഇലക്ട്രോൺസിനെ അതിൽ നിന്ന് ഫ്രീ ആക്കും. അതിനെ ഫ്രീ ഇലക്ട്രോൺസും പോസിറ്റീവ് അയോൺസും ഉള്ള ഒരു അയണൈസ്ഡ് ഗ്യാസ് ആക്കി മാറ്റും. ഈ ഒരു ലെയറിനെ പ്ലാസ്മ ഷീത്ത് എന്ന് പറയും. ഇതാണ് ഒരേഷ്നിക് മിസൈലിനെ ട്രാക്ക് ചെയ്യാൻ കഴിയാത്തതാക്കുന്നത്. ഇത്തരത്തിലുള്ള ബാലിസ്റ്റിക് മിസൈലുകളെ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും ഇന്റർസെപ്റ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന അമേരിക്കയുടെ പാട്രിയോട്ട്, താഡ്, ഏജിസ് തുടങ്ങി ഇസ്രായേലിന്റെ ആരോ 3 പോലെയുള്ള ഏത് ആന്റി ബാലിസ്റ്റിക് മിസൈൽ സിസ്റ്റത്തിന്റെയും റഡാർ സിഗ്നലിനെ ഈ പ്ലാസ്മ ലെയർ അങ്ങ് അബ്സോർബ് ചെയ്യും, വലിച്ചെടുക്കും. ഒരു ബ്ലാക്ക് ഹോൾ ഇഫക്റ്റ്. റഡാർ സിഗ്നലുകൾ ഈ മിസൈൽ ബോഡി തട്ടി തിരികെ അതിന്റെ റഡാർ ആന്റിനയിൽ ചെന്നാൽ മാത്രമേ ഇങ്ങനൊരു സാധനം വരുന്നുണ്ടെന്നും അത് എവിടെയാണെന്നും സ്പീഡ് എത്രയാണെന്നും ഒക്കെയുള്ള കാര്യം മനസ്സിലാക്കി ഇതിനെ നിർവീര്യമാക്കാനുള്ള ഇന്റർസെപ്റ്റർ മിസൈലിനെ അയക്കാൻ പറ്റൂ. പക്ഷെ ഇവിടെ വരുന്ന സിഗ്നലുകളെ വലിച്ചെങ്ങെടുക്കും. സിഗ്നൽ തിരികെ ചെല്ലാത്തതിനാൽ ഇതിനെ ട്രാക്ക് ചെയ്യാൻ റഡാറുകൾക്ക് ആവുകയില്ല. അങ്ങനെ ഒരേഷ്നിക് മിസൈലുകൾ അൺസ്റ്റോപ്പബിൾ ആയി അതിന്റെ ലക്ഷ്യം കാണും. റഷ്യ പറയുന്നത് അവരുടെ പുതിയ S-500 മാത്രമാണ് നിലവിൽ ഒരേഷ്നിക് മിസൈലിനെ തടയാൻ കഴിയുക എന്നതാണ്. പക്ഷേ ആരോ 3 പോലുള്ള ആന്റി ബാലിസ്റ്റിക് മിസൈൽ സിസ്റ്റത്തിന് റോക്കറ്റ് ഉയർന്നു പൊങ്ങുമ്പോഴേ ട്രാക്ക് ചെയ്യാൻ കഴിയുമെന്നും സ്പേസിൽ വെച്ച് തന്നെ അതിനെ തകർക്കാനും കഴിയുമെന്നും പറയുന്നുണ്ട്. അതായത് ട്രാക്ക് ചെയ്യാനാകാതെ വരുന്നതിന് മുമ്പ് തന്നെ. പക്ഷേ ഇതുവരെ റഷ്യയുടെ ഒരു ബാലിസ്റ്റിക് മിസൈലുകളെയും ഈ ഡിഫൻസ് സംവിധാനങ്ങളൊന്നും തടഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് സത്യം നമുക്കറിയില്ല. ചെറിയ തോതിൽ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെ ഒരൊറ്റ മിസൈൽ 36 മിസൈലുകളായി മാറുകയും അതിനെ തടയാൻ 72 ഇന്റർസെപ്റ്റർ മിസൈലുകൾ ഉപയോഗിക്കേണ്ടി വരികയും ചെയ്യുന്നത് ഏതൊരു രാജ്യത്തെയും ആയുധപരമായിട്ടും സാമ്പത്തികമായിട്ടും വേഗം ക്ഷീണിപ്പിക്കും. വീഡിയോ ഇവിടെ വരെ കണ്ടതിൽ നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.